സംഗമേശ നഗരിയെ ഉത്സവാവേശത്തിലാഴ്ത്തി കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. വൈഷ്ണവ മന്ത്രധ്വനികളാൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ താന്ത്രിക ചടങ്ങുകൾ നടന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി ദീപാലങ്കാരങ്ങളുടെയും ബഹുനില പന്തലിൻ്റെയും ഉദ്ഘാടനവും നടന്നു. പാണിയും തിമിലയും ചേങ്ങിലയും ചേർന്ന് സൃഷ്ടിച്ച നാദലയത്തിൽ ക്ഷേത്രം തന്ത്രി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. രാത്രി 8:10-നും 8:40-നും മധ്യയാണ് കൊടിയേറ്റം നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളും ദേവസ്വം ഭാരവാഹികളും സാക്ഷിയായി. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന കൊടിക്കൂറയും മണിയും മാലയും കൊടിമരച്ചുവട്ടിൽ വെച്ച് കൊടിമരത്തിന് പൂജ ചെയ്താണ് കൊടിയേറ്റം നിർവഹിച്ചത്. പഞ്ചാരി മേളത്തിൻ്റെയും ആനകളുടെയും കലകളുടെയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിനാണ് ഇതോടെ തുടക്കമായത്. ഉത്സവത്തിന് മുന്നോടിയായി ദീപാലങ്കാരങ്ങളുടെയും ബഹുനില പന്തലിൻ്റെയും സമർപ്പണവും സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാറാണ് ദീപാലങ്കാരവും പന്തലുകളും സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും തങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്സവ ഛായ കണ്ണിന് വളരെ മനോഹരമായ, മനസ്സിന് ആനന്ദം പകരുന്ന ഒരു കാഴ്ച ICL ഫിൻകോർപ്പ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആരംഭിച്ച ഒരു സ്ഥാപനത്തിന് സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനൊട്ടനവധി ആളുകളുടെ എല്ലാ ആളുകൾക്കും ICL ഫിൻകോർപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. കൊടിയേറ്റത്തിന് പിന്നാലെ ക്ഷേത്രകലകൾക്ക് തുടക്കമിട്ട് കൂത്തമ്പലത്തിൽ മിഴാവിൻ്റെ നാദമുയർന്നു. അമ്മന്നൂർ കുടുംബത്തിൽ നിന്നുള്ള അംഗം സൂത്രധാരക്കൂത്ത് നടത്തി. വെള്ളിയേട്ടത്ത് നങ്ങ്യാർമഠം കുടുംബാംഗം നങ്ങ്യാർകൂത്ത് നടത്തി. തുടർന്ന് കൊരമ്പ് മൃദംഗക്കളരിയിലെ കുട്ടികളുടെ മൃദംഗമേള അരങ്ങേറി. ജനം, തൃശൂർ.